വന്ദേമാതരം ആരംഭിക്കുന്നതിൽ ബന്ധപ്പെട്ട് ചീഫ് സെക്രട്ടറി ഇറക്കിയ കത്തുണ്ട്. അപ്പൊ കോൺഗ്രസിന്റെ പ്രഖ്യാപിത നിലപാടിനെതിരെയാണ് സർക്കാരിന്റെ നയങ്ങളാണ് ചീഫ് സെക്രട്ടറി നടപ്പാക്കുന്നത്. ഇതുവരെ ആ കത്ത് പിൻവലിച്ചിട്ടില്ല. സർക്കാരിന്റെ നിലപാട് ഇന്നിപ്പോ 2 ദിവസത്തോട് സ്വാതന്ത്ര്യ ദിനത്തിൽ അതൊക്കെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ കണ്ടോ സർക്കാരിന്റെ നയം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാവും. ചീഫ് സെക്രട്ടറി കത്ത് പിൻവലിക്കണം താങ്കൾ ആവശ്യപ്പെടുക. എന്തുകൊണ്ടാണ് സ്കൂളുകളിൽ മത്സരങ്ങൾ നടക്കാൻ ചീഫ് സെക്രട്ടറിയുടെ കത്തൊന്ന് വായിച്ചു നോക്കും. ചീഫ് സെക്രട്ടറിക്ക് ഡൽഹിയിൽ നിന്ന് അയച്ച കത്ത് ചീഫ് സെക്രട്ടറി LSCD സെക്രട്ടറിക്ക് ഫോർവേഡ് ചെയ്തു. അത്രയല്ല, ഫോർവേഡ് ചെയ്തു. ചീഫ് സെക്രട്ടറിയുടെ ജോലിയാണത്. ഫോർവേഡ് ചെയ്തു. സ്റ്റേറ്റ് ഗവൺമെൻറ് നയമല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. അവിടെ അയച്ച ഹാർത്തിരംഗയായിട്ട് ബന്ധപ്പെട്ട ആ പരിപാടിയിലിരുന്നു. സ്വാതന്ത്ര്യദിനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സർക്കാരാണ് തീരുമാനിക്കുന്നത്. സർക്കാരിന് അതിൻ്റെ അകത്തൊരു കൃത്യമായ നയമുണ്ട്. UDFന് അത് സംബന്ധിച്ച ഒരു കൃത്യമായ നയമുണ്ട്. അത് നിങ്ങൾ ഓഗസ്റ്റ് 15 അധികം ദിവസമില്ലല്ലോ, അപ്പോൾ മനസ്സിലാവും. RSSന്റെ അഭിപ്രായം കേന്ദ്ര നിയമം പാസാക്കി പ്രസിഡന്റ് ഒപ്പിട്ടു എന്ന മട്ടിൽ അദ്ദേഹം അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എത്ര സമർത്ഥമായിട്ടാണ് RSS അജണ്ട നിഷ്കളങ്കമെന്ന രൂപത്തിൽ കേരളത്തിൽ നടപ്പിലാക്കാനായിട്ട് UDF സർക്കാർ ശ്രമിക്കുന്നതെന്നാണ് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിലെ ചില പരാമർശങ്ങൾ സൂചിപ്പിക്കുന്നത്. അത് പ്രധാനം വന്ദേമാതരം സംബന്ധിച്ചാണ്. അതിൽ അദ്ദേഹം വളരെ നിഷ്കളങ്കമായി RSS അജണ്ടയ്ക്ക് ഒരു പൊതു സ്വീകാര്യത ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നത്. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇതിനകത്ത് വ്യക്തമാണ്. സർക്കാർ ഒരു നിർദ്ദേശം കൊടുക്കുമോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ അകത്ത് സർക്കാരിന് ഇതിനകത്ത് കൃത്യമായ നയമുണ്ട്. അത് ഓഗസ്റ്റ് 15 അത് വളരെ വ്യക്തമാവും സർക്കാരിന്റെ നയം എന്താണ് ഈ കാര്യത്തിലെന്ന്. പിന്നെ നിയമം പാസ്സാക്കിയിട്ടുണ്ട്. നിയമം പാസ്സാക്കി പ്രസിഡന്റ് ഒപ്പുവെച്ച് അത് നോട്ടിഫിക്കേഷനായിട്ട് വന്നിട്ടുണ്ട്. ആ നിയമത്തിൽ അത് മുഴുവൻ പാടണമെന്നാണ് നിയമത്തിൽ അത് മുഴുവൻ പാടണമെന്നാണ്. ഏത് നിയമം അദ്ദേഹം പറയുന്നത്? RSSന്റെ അഭിപ്രായം കേന്ദ്ര നിയമം പാസാക്കി പ്രസിഡന്റ് ഒപ്പിട്ടു എന്ന മട്ടിൽ അദ്ദേഹം അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആരെങ്കിലും പാടിയാൽ അത് ഇപ്പോൾ 15-ന് വിസ്മയം സൃഷ്ടിക്കുന്നത് 15-നല്ലേ അറിയുള്ളൂ. അവർ മുൻപ് ഉത്തരവ് പ്രകാരം ആരെങ്കിലും പാടിയാൽ കേന്ദ്ര നിയമം ഉണ്ടല്ലോ, മുഴുവൻ പാടണമല്ലോ. കേന്ദ്ര നിയമം എന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും ലഭ്യമാണല്ലോ. കേന്ദ്ര നിയമത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? കേന്ദ്ര നിയമത്തിൽ ദേശീയ നേരത്തെ ഉള്ള നിയമം എന്ന് പറഞ്ഞാൽ ദേശീയ പതാകയും ദേശീയ ഗാനവുമാണ് ഉൾപ്പെട്ടിരുന്നത്. ഇപ്പോൾ അതിൻ്റെ കൂടെ ദേശീയ ഗീതം കൂടി പാടുമ്പോൾ ആരെങ്കിലും പ്രിവെൻറ്റ് ചെയ്താൽ, പാടണമെന്നല്ല, പാടുമ്പോൾ ആരെങ്കിലും പ്രിവെൻറ്റ് ചെയ്താലോ അന്ന് തടസ്സപ്പെടുത്തിയാലോ പാടുമ്പോൾ ആരെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയാലോ, ഇതാണ് 2 എണ്ണം. ആരെങ്കിലും പാടുകയാണെങ്കിൽ അത് തടസ്സപ്പെടുത്തുക, ആരെങ്കിലും പാടുകയാണെങ്കിൽ അതിനകത്ത് ബഹളം ഉണ്ടാക്കുക. ഈ 2 പ്രശ്നങ്ങൾ വന്നാൽ 3 വർഷം വരെ ശിക്ഷ കിട്ടാം എന്നതാണ് പുതിയ നിയമം. അല്ലാതെ മുഖ്യമന്ത്രി പറയുന്നത് RSSന്റെ നിലപാടാണ്, കേന്ദ്ര നിയമമല്ല. ഇപ്പോൾ പാർലമെന്റിൽ ഏകപക്ഷീയമായി പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് കൊണ്ട് പാസ്സാക്കിയ നിയമത്തിൽ എവിടെയാണ് വന്ദേമാതരം പൂർണ്ണമായിട്ട് പാടണമെന്ന് പറയുന്നത്? അപ്പോൾ എന്താണ് നമ്മുടെ മുഖ്യമന്ത്രി ഭരണഘടനാ ചുമതലയിൽ ഇരുന്നു കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളോട് സംവേദിക്കുന്ന കാര്യം? നിങ്ങളിത് പാടാൻ നിയമമുണ്ട്, നിങ്ങളെല്ലാവരും പാടിക്കൊള്ളണം, അതിന് പ്രസിഡന്റ് ഒപ്പുവെച്ച് കഴിഞ്ഞു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ അത് നൽകുമ്പോൾ സന്ദേശം എന്താണ്? നാളെ എല്ലാവരും ഇത് മുഴുവൻ പാടിക്കൊള്ളണം. നമ്മുടെ ഭരണഘടനയുടെ 51A വളരെ വ്യക്തമാണ്. 51Aയിൽ ദേശീയ ഗാനം മാത്രമേ ഉള്ളൂ, ദേശീയ പതാകയുണ്ട്, അതിനോട് അനാദരവ് പാടില്ല. എന്നാൽ ഇവരിപ്പോൾ ഒരു പുതിയ നിയമം കൊണ്ടുവന്നു. ഭരണഘടന ഭേദഗതി ചെയ്തിട്ടില്ല, നിയമം കൊണ്ടുവന്നു. കഴിഞ്ഞ ജനുവരി മാസത്തിൽ കേന്ദ്രം ഒരു പുതിയ ഗൈഡ് ലൈൻ ആഭ്യന്തര മന്ത്രാലയം ഇറക്കി. ആ ആഭ്യന്തര മന്ത്രാലയം ഇറക്കിയ ഗൈഡ് ലൈനിൽ വന്ദേമാതരം പൂർണ്ണമായിട്ട് പാടണമെന്ന് പറഞ്ഞു. അതിനെതിരെ സുപ്രീം കോടതിയിൽ കേസ് വന്നു. സുപ്രീം കോടതി പറഞ്ഞാൽ അത് അഡ്വൈസറി മാത്രമാണ്, മാൻഡേറ്ററി അല്ല, അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഇടപെടുന്നില്ല എന്ന് വെച്ചാൽ അത് കേവലം ഒരു അഡ്വൈസ് ഒരു ഉപദേശ സ്വഭാവത്തിൽ മാത്രമുള്ളതാണ്, നിർബന്ധമുള്ളതല്ല. അതുകൊണ്ട് ഞങ്ങൾ ഇടപെടുന്നില്ല എന്നതാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ പൊസിഷൻ. അപ്പോൾ മുഖ്യമന്ത്രി, ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പറയുകയാണ് പ്രസിഡന്റ് ഒപ്പുവെച്ച നിയമത്തിൽ ഇത് മുഴുവനും പാടണം. നിങ്ങളുടെ എല്ലാവരുടെ കയ്യിൽ ഇപ്പോൾ ഞാൻ കേൾപ്പിച്ചതിൻ്റെ ഇപ്പോൾ കേട്ടല്ലേ ഉള്ളൂ. അപ്പോൾ എവിടേക്കാണ് അദ്ദേഹം കേരളത്തെ നയിക്കാൻ ശ്രമിക്കുന്നത് എന്ന് മാത്രമല്ല, കേരളത്തിൻ്റെ തന്നെ വളരെ പ്രസിദ്ധമായൊരു കേസുണ്ട്. അതാണ് ബിനോയ് ഇമാനുവൽ എന്ന് പറയുന്ന കുട്ടി നൽകിയ കേസ്. 2 കുട്ടികളും യഹോവ സാക്ഷികൾ ദേശീയ ഗാനം ആലപിച്ചില്ല, അവർ വന്നു. അന്ന് സുപ്രീം കോടതി പറഞ്ഞു അത് ഭരണഘടനയുടെ മൗലികാവകാശം. 1 അഭിപ്രായ സ്വാതന്ത്ര്യം, 2 വിശ്വാസം. 19(1)(a)യും 25(1). ഇത് മൗലികാവകാശങ്ങളാണ്. ആ മൗലികാവകാശത്തിനെതിരാണ്, ഒരാളുടെ വിശ്വാസത്തിനെതിരാണ് ഗാനമെങ്കിൽ നിങ്ങൾ പാടേണ്ടതില്ല. പക്ഷെ ബഹുമാനിക്കണം, എഴുന്നേറ്റുമ്പോൾ മതി.
ഹൈക്കോടതിയുടെ എല്ലാം വിധി അത് റദ്ദ് ചെയ്തുകൊണ്ടാണ് സുപ്രീം കോടതി വിധിച്ചത്. അപ്പോൾ ഭരണഘടനയിൽ പറയുമ്പോൾ ദേശീയ ഗാനം പോലും പാടണമെന്ന് നിർബന്ധിക്കാൻ ഭരണഘടനാപരമായോ നിയമപരമായോ കഴിയില്ല എന്ന് ഇന്ത്യയിലെ ഉന്നത നീതിപീഠം കേരളത്തെ ഒരു കേസിൽ തന്നെ പറയുമ്പോൾ ഭരണഘടനയിൽ പറയാത്ത വന്ദേമാതരം, പുതിയ നിയമത്തിനകത്തും മുഴുവൻ പാടണമെന്ന് പറയാത്ത വന്ദേമാതരം, അത് മുഴുവൻ പാടണമെന്ന് നിഷ്കർഷിക്കുമ്പോൾ നിയമം പ്രസിഡന്റ് ഒപ്പുവെച്ചു, രാജ്യത്തിന്റെ നിയമമായി. ഏതൊരു ലീഡിംഗ് ക്വസ്റ്റ്യനാണ്, ആരെ ചോദിച്ചെന്നറിയില്ല. ഈ നിയമമുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്കൊരു മറുപടി പറയാണ്ട് ലീഡിംഗ് ക്വസ്റ്റ്യൻ ആരോ സഹായിച്ചു കൊടുത്തതാണ്. ആ ചോദ്യത്തിന് മറുപടി ശരിക്കും അദ്ദേഹത്തെ ഇത് പറയാൻ നിയമമില്ലല്ലോ. അങ്ങനെ നിയമമുണ്ടോ വന്ദേമാതരം മുഴുവൻ പാടണമെന്ന്? ഇത് കുറേ കൂടി ഗൗരവമാണ്. കാരണം അവസാനത്തെ സ്റ്റാൻസുകൾ നമുക്കറിയാലോ. ഒരു മിനിറ്റ് താഴെയാണ് ദേശീയ ഗാനം, ഇത് 3 മിനിറ്റ് കൂടുതലാണ് വന്ദേമാതരം. അതാണ് ഹോം മിനിസ്ട്രിയുടെ നേരത്തെ ഗൈഡ് ലൈൻ വന്നത്. അതിനെതിരാണ് അതുമായി ബന്ധപ്പെട്ട കേസ് വന്നത്. കേസിൽ അപ്പോൾ ഇടപെട്ടില്ല. പക്ഷെ മാൻഡേറ്ററി അല്ല, അഡ്വൈസറി ആണ്. ഈ ഘട്ടത്തിൽ ഇമ്മച്ചുവർ ആണെന്ന് സുപ്രീം കോടതി പറഞ്ഞു. പുതിയ നിയമം വന്നപ്പോഴും അത് മാൻഡേറ്ററിയെ പാടണമെന്ന് പറഞ്ഞില്ല. ദേശീയ ഗാനം പോലും പാടണമെന്ന് പറയാൻ ഭരണഘടനാപരവും നിയമപ്രകാരമായി വ്യവസ്ഥ ഇല്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ RSSന്റെ സർസംഘചാലക് പോലും പറയാത്ത രീതിയിൽ നിയമം ഇതാ വന്നിരിക്കുന്നു, പ്രസിഡന്റ് ഒപ്പിട്ടിരിക്കുന്നു, ഇനി എല്ലാവരും റെഡി ആയിട്ട് ഇന്ന് കാണാപ്പാടം പഠിച്ചോ എന്ന് എങ്ങനെ പറയാൻ പറ്റും ഒരു മുഖ്യമന്ത്രിക്ക്? അതാണ് RSSന് പറ്റിയ ഒരു പൊതുബോധം രൂപപ്പെടുത്താനാണ് മുഖ്യമന്ത്രി ഈ പ്രയോഗം ബോധപൂർവം നടത്തിയിട്ടുള്ളത്.